പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കരിനിഴൽ പടരുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ വിദ്യാഭ്യാസ മേഖലയും ബാധിച്ചിരിക്കുകയാണ്. യുഎയിലെ കേരള സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിൽ ഈ മാസം നടക്കേണ്ടിയിരുന്ന SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചുകൊണ്ടുള്ള കേരള പരീക്ഷാ ഭവന്റെയും ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡിന്റെയും ഉത്തരവ് പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ മാസം 30 വരെയുള്ള SSLC പരീക്ഷകളും 28 വരെയുള്ള +1, +2 പരീക്ഷകളുമാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് മാനസികമായ സമാധാനത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ അസാധാരണമായ ഒരു സുരക്ഷാ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മുറുകുന്നതും മിസൈൽ ഭീഷണികൾ വർദ്ധിക്കുന്നതും കാരണം ഗതാഗത സംവിധാനങ്ങളിലും സ്കൂൾ പ്രവർത്തനങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരീക്ഷാ ബോർഡ് യുഎഇ ചാപ്റ്റർ കോഓർഡിനേറ്റർ നിതിൻ സുരേഷ് നൽകിയ റിപ്പോർട്ട് നിർണായകമായത്. മേഖലയിലെ മിസൈൽ പ്രതിരോധ നടപടികൾ ശക്തമായ സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനും മണിക്കൂറുകളോളം പരീക്ഷാ ഹാളുകളിൽ ഇരുത്തുന്നതും വലിയ റിസ്ക് ആണെന്ന് അധികൃതർ വിലയിരുത്തി. കൂടാതെ യുഎഇൽ മാർച്ച് 6 മുതൽ ഏപ്രിൽ 6 വരെ വസന്തകാല അവധി പ്രഖ്യാപിച്ചതും പരീക്ഷകൾ മാറ്റാൻ പ്രേരിപ്പിച്ചു. അവധിക്കാലത്ത് സ്കൂൾ ബസ്സുകളും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉന്നതതല യോഗങ്ങളിൽ ചർച്ചയായി. പരീക്ഷകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവകരമായ ചർച്ചകളാണ് നടന്നത്. പരീക്ഷാ ബോർഡ് അധികൃതർ, ഇന്ത്യൻ എംബസിയിലെയും കോൺസുലേറ്റിലെയും പ്രതിനിധികൾ, കേരള സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, യുഎയിലെ 7 കേരള സിലബസ് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗമാണ് അന്തിമ തീരുമാനമെടുത്തത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും എംബസി അധികൃതർക്ക് കർശനമായ നിർദ്ദേശം നൽകി. യുദ്ധഭീതിയും സുരക്ഷാ സൈറണുകളും മുഴങ്ങുന്ന പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ വാദവും യോഗം അംഗീകരിച്ചു. തുടർന്നാണ് ഈ മാസം അവസാന വാരം വരെയുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവെക്കാൻ പരീക്ഷാ ഭവൻ സെക്രട്ടറി തീരുമാനിച്ചത്. ഗൾഫ് മേഖലയിൽ നിലവിൽ യുഎയിൽ മാത്രമാണ് കേരള ബോർഡ് സിലബസിൽ അധ്യായമുള്ളത്. വിവിധ എമിറേറ്റുകളിലായി ആകെ 7 സ്കൂളുകളാണ് ഈ വിഭാഗത്തിലുള്ളത്. ഏകദേശം 550ഓളം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതാനായി തയ്യാറെടുത്തിരുന്നത്. ഇതിനു പുറമെ +1, +2 ക്ലാസുകളിലായി 100 കണക്കിന് കുട്ടികൾ വേറെയുമുണ്ട്. ഈ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ പരീക്ഷാ മാറ്റത്തിന്റെ അനിശ്ചിതത്വത്തിലാണ്. പരീക്ഷകൾ മാറ്റിവെച്ചെങ്കിലും അവ തീർച്ചയായും നടത്തണമെന്ന ഉറച്ച നിലപാടിലാണ് കേരള പരീക്ഷാ ബോർഡ്. പരീക്ഷകൾ നടത്താതിരിക്കുകയോ ഇന്റേണൽ മാർക്ക് അടിസ്ഥാനമാക്കി ഫലം പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെയും സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയും ബാധിച്ചേക്കാം. CBSE പലപ്പോഴും കോവിഡ് കാലത്ത് പിന്തുടർന്ന മാർക്ക് നിർണയ ഫോർമുലകളോട് കേരള ബോർഡിന് യോജിപ്പില്ല. അശാസ്ത്രീയമായ ഇത്തരം രീതികൾ ഒഴിവാക്കി കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ പരീക്ഷ നേരിട്ട് തന്നെ നടത്താനാണ് ബോർഡ് ആലോചിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് പോലും ലോകത്ത് എല്ലായിടത്തും പരീക്ഷകൾ മുടങ്ങിയപ്പോൾ കേരളം കൃത്യമായി പരീക്ഷ നടത്തി മാതൃകയായിരുന്നു. ആ പാരമ്പര്യം തുടരാനാണ് ഇത്തവണയും ശ്രമിക്കുന്നത്. നിലവിലെ ഉത്തരവനുസരിച്ച് ഈ മാസം അവസാന വാരം വരെയുള്ള പരീക്ഷകൾ മാത്രമേ മാറ്റിവെച്ചിട്ടുള്ളൂ. ഏപ്രിൽ 6 വീണ്ടും ഒരു അവലോകന യോഗം ചേരും. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, യുഎയിലെ സുരക്ഷാ നിലവാരം, സ്പ്രിംഗ് ബ്രേക്ക് അവസാനിപ്പിക്കുന്നു എന്നിവ പരിഗണിച്ച ശേഷമേ പുതിയ തീയതി പ്രഖ്യാപിക്കുകയുള്ളൂ. സാഹചര്യം അനുകൂലമാവുകയാണെങ്കിൽ ഏപ്രിൽ 2ാം വാരത്തോടെ പരീക്ഷകൾ പുനരാരംഭിക്കാനാണ് സാധ്യത. പരീക്ഷകൾ നേടുന്നത് വിദ്യാർത്ഥികളിൽ വലിയ മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നു. മാസങ്ങളായി പരീക്ഷയ്ക്കായി തയ്യാറെടുത്ത കുട്ടികൾക്ക് ഈ ഇടവേള പഠനത്തിലുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. കൂടാതെ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന രക്ഷിതാക്കൾക്കും വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്കും ഈ തീരുമാനം വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ഉപരിപഠനത്തിന് മറ്റു കോഴ്സുകൾക്ക് അപേക്ഷിക്കേണ്ട സമയപരിധിയും പരീക്ഷകൾ നീളുന്നത് വഴി തടസ്സപ്പെടുമോ എന്ന ആശങ്കയും ശക്തമാണ്. എന്നാൽ ജീവനേക്കാൾ വലുതല്ല പരീക്ഷയെന്ന അധികൃതരുടെ നിലപാടിനോട് ഭൂരിഭാഗം രക്ഷിതാക്കളും യോജിക്കുന്നുണ്ട്. യുഎയിലെ കേരള ബോർഡ് പരീക്ഷകൾ മാറ്റിവെച്ചത് ഒരു അസാധാരണ നടപടിയെങ്കിലും അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പശ്ചിമേഷ്യയിലെ കലുഷിതമായ അന്തരീക്ഷത്തിൽ കുട്ടികളെ അപകട സാധ്യതയുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ ഭരണകൂടത്തിന് കഴിയില്ല. ഏപ്രിൽ 6 യോഗത്തിനായി കാത്തിരിക്കുകയാണ് പ്രവാസി വിദ്യാർത്ഥി ലോകം. യുദ്ധഭീതി മാറി സമാധാനപരമായ അന്തരീക്ഷം തിരിച്ചു വരികയും കുട്ടികൾക്ക് ഭയമില്ലാതെ പരീക്ഷാ ഹാളുകളിൽ എത്താൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുവരെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം പാഠഭാഗങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള അവസരമായി മാറ്റാവുന്നതാണ്.